വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇസ്രായേൽ ജനം ബാൽദേവന്മാരെയും അക്ഷേര പ്രതിഷ്ഠകളെയും ആരാധിച്ചതുകൊണ്ട് അവരെ മെസൊപ്പൊട്ടാമിയ രാജാവ് കീഴടക്കി 8 വർഷം അവർ കഷ്ടപ്പെട്ടു. ഇസ്രായേൽ ജനം കഷ്ടതകളാൽ കരഞ്ഞു നിലവിളിച്ചപ്പോൾ കർത്താവ് അവർക്ക് ഒദേനിയേലിനെ അവരുടെ വിമോചകനായി നിയമിക്കുകയും മെസൊപ്പൊട്ടാമിയ രാജാവിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും ചെയ്തു. ഒദേനിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തു. കർത്താവിൻ്റെ കോപം മൂലം മോവാബ് രാജാവ് അവരെ കീഴടക്കി 18 വർഷം അവർ കഷ്ടത അനുഭവിച്ചു. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ അവർക്ക് ഏഹൂദ് എന്ന ഒരു ന്യായാധിപനെ നൽകി. ഏഹൂദ് മോവാബ് രാജാവിനെ കൊന്ന് ഇസ്രായേൽ ജനത വീണ്ടും 80 വർഷം അവിടെ തുടർന്നു. ഏഹൂദിൻ്റെ പിൻഗാമിയായ ഷങ്കാർ എന്ന ന്യായാധിപനും ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചു. അതിനുശേഷം ഇസ്രായേൽ ജനം വീണ്ടും അന്യദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. കാനാൻ രാജാവ് ഇസ്രായേൽക്കാരെ കീഴടക്കി. കർത്താവ് അവരെ സഹായിക്കാനുണ്ടായിരുന്നില്ല. വീണ്ടും ഇസ്രായേൽ ജനം കരഞ്ഞു നിലവിളിച്ചപ്പോൾ കർത്താവ് ദെബോര എന്ന ന്യായാധിപയും ബാറാക്ക് എന്ന സഹായിയും വഴി കാനാൻ രാജാവിനെ കൊന്നു കീഴടക്കി. ഇസ്രായേൽ ജനം വീണ്ടും മോചിതരായി. അന്ന് ദെബോറായും അബിനോവാബിൻ്റെ പുത്രൻ ബാറാക്കും ഇങ്ങനെ പാടി: നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾക്കുവിൻ, പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന് ഞാൻ കീർത്തനം പാടും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും. ന്യായാധിപന്മാർ 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ഡെബോറയുടെ കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. ന്യായാധിപന്മാർ 5-ാം അധ്യായം 31-ാം തിരുവചനം. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.